നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന NDA BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ പൂർണ്ണ പിന്തുണ. അനിൽ ആന്റണിക്ക് സഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. സഭയുടെ തിരുവല്ലയിലുള്ള യൂത്ത് സെന്ററിൽ നടന്ന യോഗത്തിൽ സഭയുടെ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സിൽവാനിയോസ് മെത്രോപൊലിത്ത, സഭാ PRO സിജോ പന്തപ്പള്ളിയിൽ, കൂടാതെ 100ഓളം വൈദികരും സഭാ വിശ്വാസികളും പങ്കെടുത്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 10 തന്നെ ആരംഭിച്ച യോഗം 2 മണിക്കൂറോളം നീണ്ടു. മെത്രോപൊലിത്തയും അനിൽ കെ ആന്റണിയും യോഗത്തിൽ സംസാരിച്ചു. അനിൽ കെ ആന്റണിയുടെ വിജയത്തിന് സഭ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഉറപ്പ് നൽകി. ഇതാദ്യമായാണ് ഒരു ക്രൈസ്തവ സഭ BJPക്ക് പരസ്യമായിട്ടുള്ള പിന്തുണ നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ പിന്തുണയുമായി രംഗത്ത് വരുമെന്ന് BJP ജില്ലാ സെക്രട്ടറി റോയി മാത്യു അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പത്തനംതിട്ടയിൽ നടന്നത്. ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ NSSനെയൊക്കെ പോലെ തന്നെ പുറമെ പരസ്യമായിട്ട് സമദൂര സിദ്ധാന്തമൊക്കെ പറയുന്നതാണ്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ആ ദിവസങ്ങളിൽ ഞായറാഴ്ച ഉള്ളപ്പോൾ പള്ളിയിലൂടെ അത്ര വ്യക്തമല്ലാത്ത തരത്തിൽ, എന്നാൽ വിശ്വാസികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആർക്ക് പിന്തുണ അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ അവർ ചില സൂചനകൾ കൊടുക്കാറുണ്ട്. ലത്തീൻ കത്തലിക് ആ സഭയെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ അവരുടെ നിലപാടുകൾ ഇതിനു മുമ്പ് പറയാറുണ്ട്. എന്നാൽ മറ്റ് സഭകൾ അങ്ങനെയായിരുന്നില്ല, വ്യംഗ്യമായ രീതിയിലാണ് പിന്തുണയും മറ്റുമൊക്കെ കൊടുക്കുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ സഭ BJPക്ക് ഇത്ര പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഇത്രയേറെ ലോഹാധാരികൾ, അതായത് ഈ ക്രിസ്തീയ പുരോഹിതർ ഒരു BJP സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ട് പിന്തുണ പറയുകയും ഈ BJP സ്ഥാനാർത്ഥിയെ സഭാവിശ്വാസികളായിട്ടുള്ളവർ ജയിപ്പിക്കണം എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്യുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ സംഭവമാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ സഭ നേതൃത്വം ഈ ഒരുപക്ഷെ ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ ഒക്കെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൻ്റെ കാറ്റ് തന്നെ കേരളത്തിൽ വീശുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 1-2 പതിറ്റാണ്ടായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. BJP എന്ന പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ RSS ഇവരെ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തേണ്ടതാണ്, ഇവർ ന്യൂനപക്ഷ വിരുദ്ധരാണ് തുടങ്ങിയ നരേറ്റീവുകളൊക്കെയാണ് പ്രൊപ്പഗണ്ടയായിട്ട് തന്നെ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതിൽ മുങ്ങി സത്യമറിയാതെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിൽ ന്യൂനപക്ഷത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസികളും അതേപോലെ തന്നെ മുസ്ലിം മതസ്ഥരുമൊക്കെ ഇസ്ലാം മതസ്ഥരുമൊക്കെ അത് വലിയ രീതിയിൽ ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഈ സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഗതിവേഗം എന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. വളരെ വലിയ രീതിയിലാണ് BJPയിലേക്ക് അണികളായിട്ടും സഭാ നേതൃത്വം തന്നെ പരസ്യമായിട്ടും പിന്തുണ കൊടുക്കുന്ന ഒരു വാർത്തയൊന്നും വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഒറ്റയ്ക്കും പെറ്റയ്ക്കുമൊക്കെ ചില സഭാ നേതൃത്വത്തിൽ ഇരുന്നവർ തന്നെ സഭയുടെ ട്രസ്റ്റിയായിട്ട് ഇരുന്നവരും മറ്റുമൊക്കെയാണ് BJPക്ക് പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുന്നു, ചാനലിൽ വന്നിരുന്നിട്ട് BJPക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ പല കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാഴ്ച, ഇത്രയേറെ ഏതാണ്ട് 100ഓളം പുരോഹിതർ അവരുടെ സഭാവേഷത്തിൽ തന്നെ നിൽക്കുന്നു, BJP സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു, അദ്ദേഹവുമായിട്ട് കുശലം പറയുന്നു, അദ്ദേഹത്തിന് പരസ്യമായിട്ട് പിന്തുണ അറിയിക്കുന്നു. അത് അവരുടെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ അധികാരം പങ്കാളിക്കൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികളെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ അലയൊലികൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാവും എന്നറിയാൻ വേണ്ടി ഒരുപക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.